നമസ്കാരം. മലേഷ്യയിലെ ഗമാസ് എന്നൊരു സ്ഥലത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇന്ന് കോലാലംപൂരിലേക്ക് ഒരു യാത്ര പോവുകയാണ്. ഈ മലേഷ്യയിൽ 3 കാറ്റഗറിയിലുള്ള ട്രെയിനുകളാണുള്ളത്. ഒന്ന് KTM ഇന്റർസിറ്റി, മറ്റൊന്ന് ETS, പിന്നെ ഉള്ളത് KTM കുമോട്ടർ. തായ്ലൻഡ് മലേഷ്യ ബോർഡറായ തുമ്പാറ്റിൽ നിന്നും ഞങ്ങൾ ഇപ്പോൾ KTM ഇന്റർസിറ്റിയിൽ ഇവിടെ വന്ന് ഇറങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പോൾ 2 കാറ്റഗറിയിലുള്ള വണ്ടികൾ കൂടി ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് ഇന്ന് യാത്ര പോകുന്നത്. അതായത് ETSലെ പ്ലാറ്റിനം എന്നൊരു ട്രെയിനിലാണ് ഇന്ന് പോകുന്നത്. അത് JB സെൻട്രലിൽ നിന്ന് KL സെൻട്രലിലേക്ക് പോകുന്ന ട്രെയിനാണ്. അതിവിടെ രാവിലെ ഒരു 10:40 ആകുമ്പോഴാണ് എത്തുക. രാവിലെ 8:40 ഗമാസ് റെയിൽവേ സ്റ്റേഷന്റെ തൊട്ട് മുന്നിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. റെയിൽവേ സ്റ്റേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമൊക്കെ ഇതാ ഇവിടെയാണ്. നെഗേരി, സിംബിലാൻ, ജോഹർ എന്നീ സംസ്ഥാനങ്ങളുടെ അതിർത്തിയിൽ വരുന്ന ഒരു പട്ടണമാണ് ഈ ഗമാസ്. ഈ സ്റ്റേഷന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇലക്ട്രിക് പാതയും ഡീസൽ ഒരു പാതയും കൂടെ ഒരുമിക്കുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണിത്. സ്റ്റേഷൻ്റെ പാർക്കിംഗ് ഒക്കെ ഇവിടെയാണ് വരുന്നത്. നമുക്കിനി ഒരുപാട് സമയമുണ്ട്, നേരെ അകത്ത് പോയിട്ട് വെയിറ്റ് ചെയ്യാം. ഈ മലേഷ്യയിൽ വന്നിട്ട് ഏറ്റവും കൂടുതൽ ഞങ്ങൾ കണ്ടത് പൂച്ചകളെയാണ്. ഇവിടെ പട്ടികളെക്കാട്ടിയും കൂടുതലുള്ളത് ഇവറ്റകളാണ്. ഇവനൊക്കെ എല്ലാം നടന്നു നോക്കി ഇതാ ചെക്കനെ ജസ്റ്റ് ഒന്ന് തൊട്ടോ, പാവാ ഉണ്ടാ, അവനത് ഇഷ്ടപ്പെട്ട് അവനെ പുള്ളി അങ്ങ് നടന്നു പോവാ. 10:30 നമ്മുടെ ബോർഡിങ് ഇതാ ആരംഭിച്ചു. ഇത് അവനവിടെ ഉണ്ട്, അവനവിടെ ഇരിക്കട്ടെ. നമുക്ക് നേരെ പ്ലാറ്റ്ഫോമിലോട്ട് പോവാം. സ്റ്റേഷനിൽ വേറെ ഒരാളും തന്നെ ഇല്ല. ട്രെയിനിൽ കയറാനുള്ള യാത്രക്കാർ മാത്രം. ശരിക്കും ഇങ്ങനെ ആയിരിക്കണം റെയിൽവേ സ്റ്റേഷനുകൾ. പുറത്തുനിന്നുള്ള ഒരാൾക്കും ഇവിടെ ആക്സസ് ഇല്ല. സുഖമായിട്ട് നമുക്കൊക്കെ കയറി പോവാലോ. ഇനിയിപ്പോൾ നമുക്ക് വെയിറ്റ് ചെയ്യാം, നമ്മുടെ വണ്ടി വരട്ടെ. ഈ ഒരു സ്റ്റേഷൻ്റെ കാഴ്ച നിങ്ങൾ കണ്ടോ? എന്തൊരു വൃത്തിയല്ലേ. ട്രാക്കിൻ്റെ ഇവിടെ തന്നെ ഒരു വേസ്റ്റോ ഒന്നും തന്നെ ഇല്ല. അവിടെ ഒരു ലോക്കൽ ട്രെയിനൊക്കെ ഉണ്ട്. ഇവിടുത്തെ ലോക്കൽ ട്രെയിൻ വരെ AC ആണ്. ട്രെയിൻ ഇതാ കടന്നു വരികയാണ്. C ആണ് നമുക്ക് പോകാനുള്ള കോച്ച്. ഇത് D ആണ്. അപ്പോൾ ഇതാണ് C. അപ്പം ഇനി ഒരു കോച്ചിൻ്റെ അകത്തേക്ക് കയറാം. KL സെൻട്രൽ, ഇവിടെ ഒരു ട്രെയിനിൻ്റെ നമ്പറൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം. C കോച്ചിൽ കയറി വരുന്ന ഇവിടെ തന്നെയാണ് ഞങ്ങളുടെ സീറ്റുകൾ വരുന്നത്. 14Dയും 14Cയും. എന്തോ ഭാഗ്യം മുന്നിലോട്ട് തന്നെയാണ് പോകാനുള്ളത്. പിന്നെ ഇവിടെ തന്നെ ഒരു സ്ക്രീനൊക്കെ ഉണ്ട്. ഇപ്പോൾ ഉള്ളത് ഗമാസ് സ്റ്റേഷനിലാണ് എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഒരു ടേബിൾ ഉണ്ട്. പിന്നെ ഞങ്ങൾ വന്ന ഉടനെ തന്നെ ഞങ്ങൾക്കിവിടെ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡൊക്കെ. ഇപ്പോൾ ഒരു ഫുഡും പിന്നെ 2 വെള്ളവും ഇതാ നമുക്ക് കൊണ്ടു തന്നു. ഇതൊക്കെ ടിക്കറ്റിൽ എക്സ്ട്രാ ഞങ്ങൾ ആഡ് ചെയ്തതാണ് കേട്ടോ. ഗമാസ് റെയിൽവേ സ്റ്റേഷൻ ഇതാ നമ്മുടെ ട്രെയിൻ അങ്ങനെ പുറപ്പെടുകയാണ്. ഇവിടുന്ന് അധികം ആൾക്കാരൊന്നും ഈ ട്രെയിനിൽ കയറാനുണ്ടായിരുന്നില്ല. കാരണം ഇത് JB സെൻട്രലിൽ തന്നെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് തന്നെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു വിൻഡോക്ക് നല്ലൊരു ക്ലിയർ ഉണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. ഇന്നൊരു മഴക്കാറാണ് മുഴുവനും, ഒരു തെളിച്ചുമില്ല. ഇന്ന് യാത്ര ചെയ്യുന്ന ഈ ട്രെയിനെ പറ്റി പറയുകയാണെങ്കിൽ ട്രെയിനിൻ്റെ നമ്പർ EP 9524 രാവിലെ 8:40 ഈ ട്രെയിൻ JB സെൻട്രലിൽ നിന്ന് പുറപ്പെട്ടത്. 197 കിലോമീറ്ററാണ് JB സെൻട്രലിൽ നിന്ന് ഗമാസ് വരെ ഉണ്ടായിരുന്നത്. 2 മണിക്കൂർ കൊണ്ടാണ് ഈ വണ്ടി ഓടിയെത്തിയത്. ട്രെയിനിൻ്റെ ഇപ്പോഴത്തെ സ്പീഡൊക്കെ അവിടെ വ്യക്തമായി കൊടുത്തിരിക്കുന്നത് കാണാം. ഇപ്പോൾ 86 പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇനി വരാനുള്ള സ്റ്റോപ്പുകളും ഇതാ ഇവിടെയുണ്ട്. KL സെൻട്രൽ ഇതാ ഇങ്ങി ഇവിടെയാണ്. ഇപ്പോൾ 1, 2, 3, 4 സ്റ്റേഷനുകൾ കഴിയണം KL സെൻട്രലിന് എത്താൻ. നമ്മുടെ വന്ദേ ഭാരതിലൊക്കെ ഉള്ളതുപോലെ സീറ്റിൻ്റെ താഴെയാണ് ചാർജിങ് പോയിന്റ് ഒക്കെ വരുന്നത്. വിൻഡോൻ്റെ ഇവിടെ ബ്ലൈൻഡ്സ് ഒക്കെ കാണാം.
ഇത് താഴോട്ട് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ മാത്രം മതി. പിന്നെ സീറ്റ് പുഷ് ബാക്ക് ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഓപ്ഷനാണ് ഇവിടെ. ട്രെയിനിൻ്റെ അകത്ത് തന്നെ ഒരുപാട് സ്ക്രീനുകളുണ്ട്. പിന്നെ CCTV ക്യാമറ, നമ്മുടെ ലഗേജ് വെക്കാനുള്ളൊരു സ്പേസ് ഒക്കെ ഈ ഭാഗത്താണ്. ലൈറ്റിംഗ് ഒക്കെ ഇതാ സെൻട്രലല്ല, ഒരു സൈഡിലാണ് ലൈറ്റിംഗ് ഒക്കെ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി കോച്ച് തന്നെയാണ് കേട്ടോ. എന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയർ ഇഷ്ടപ്പെട്ട്. ഈ ട്രെയിനിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു ചിക്കൻ ബിരിയാണിയാണേ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കട്ട്ലറി ഐറ്റംസ് ഒക്കെ കാണാം കേട്ടോ. അതവിടെ നിൽക്കട്ടെ. ഇതിൽ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. മെഹബൂബ് ബിരിയാണി അയാം മധു. അത് മലായ് ഭാഷയാണ്. മലായ് ഭാഷയാണെന്ന് മനസ്സിലായി. ഇതിനിപ്പോൾ ഓപ്പൺ ചെയ്യാം. ചെറിയ പാക്കറ്റ് ആണല്ലേ? ചെറിയ പാക്കറ്റാണ്, പക്ഷേ ഇങ്ങനെ ആക്കാം. ചിക്കനൊക്കെ ഇതാ ഇങ്ങനെയാണ് കേട്ടോ. ഈ ചെറിയ പീസാണ്, അതായത് ചെറിയ കെട്ട് പീസാണ്. ശരിക്കും പറയാനുണ്ടല്ലോ, ഞാൻ വിചാരിച്ചത് കുറച്ച് കൂടുതൽ വലിയൊരു ക്വാണ്ടിറ്റി ഉണ്ടാവുന്നു. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ കഴിക്കാനുള്ള ക്വാണ്ടിറ്റി ഇല്ല എന്ന് തന്നെ പറയാം. ഇതിൻ്റെ റൈസ് നോക്കുവാണെങ്കിൽ ബസുമതി റൈസാണ്. പിന്നെ നേരത്തെ തന്നെ ചിക്കൻ്റെ കാര്യം പറഞ്ഞില്ലേ, ചെറിയ പീസുകളാണെന്ന്. 1 2 3 4 5 6 7 ചെറിയ ഇത്രയുള്ള പീസുകളാണ്. പിന്നെ പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ചില്ലി ചിക്കൻ, അതായത് ചില്ലി ചിക്കനെ പോലെയാണ് തോന്നിക്കുക. ഒരുപാട് സോസ് ഉണ്ട് ഇതിൽ. ഇനിയിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് നോക്കാം. നല്ല മധുരം ഉണ്ട് കേട്ടോ, നല്ല മധുരം. ചിക്കനും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ട്. ട്രെയിൻ ഇപ്പോൾ ബത്താങ് മെലാക്ക എന്നൊരു സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇത് 2ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ നിന്നും കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ. ഡോർ ഇതാ ക്ലോസ് ചെയ്യുകയാണ്. ഇവിടേക്ക് 1 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉണ്ടായത്. പിന്നെ കോച്ചിൻ്റെ അകത്തൂടെയൊക്കെ ഇങ്ങനെയൊക്കെ നടന്നു പോകാനുള്ള ഒരു വഴിയൊക്കെ ഉണ്ട്. ഇവിടെ KTM എന്നൊക്കെ എഴുതി കാണാം. പിന്നെ നമ്മുടെ കോച്ചിൻ്റെ ഇവിടെ തന്നെയാണ് ചെറിയൊരു കഫേ ഉള്ളത്. ഇവിടെ കപ്പ് നൂഡിൽസൊക്കെ ഉള്ളത് കാണാം. പിന്നെ ചൂടുവെള്ളമൊക്കെ നമുക്ക് ഇവിടെ തന്നെ കിട്ടും. സെറ്റപ്പാണ്. കോച്ചിൻ്റെ അകത്തൂടെ ഒന്ന് ജസ്റ്റ് നടക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് സീറ്റിംഗ് പൊസിഷനൊക്കെ. 2x2. ഈ പുറകു ഭാഗത്ത് ലഗേജൊക്കെ വെക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമുക്കിതിൻ്റെ ഒരു ടോയ്ലറ്റിൻ്റെ അകത്തേക്കൊന്ന് കയറണം. ഈ ട്രെയിനിൻ്റെ അകത്തെ ടോയ്ലറ്റാണ്. നല്ല അടിപൊളി വൃത്തിയുള്ളൊരു ഭാഗം തന്നെയാണ്. ഇവിടെയാണ് വാഷ് ഏരിയ വരുന്നത്. നല്ലൊരു മിറർ ഇവിടെ കാണാം. പിന്നെ ഇവിടെ നമുക്ക് എന്തെങ്കിലും 5 കിലോ വെയിറ്റ് വരെ ഉള്ളത് ഇവിടെ കുക്ക് ചെയ്ത് വെക്കാം. പിന്നെ ഇവിടെ പിടിക്കാനുള്ള ഒരു സൗകര്യമുണ്ട്. ഡോറ് ഇങ്ങനെയാണ് ലോക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല പ്രീമിയം ടച്ചാണ് എല്ലാ ഭാഗത്തും. ഇവിടെ ഈ ഒരു സംഭവമൊക്കെ ഉണ്ട്. എന്തായാലും ടോയ്ലറ്റിൻ്റെ ഈ ഒരു ഭാഗം അടിപൊളി തന്നെയാണ്. ഡോറിൻ്റെ ഈ ഭാഗത്ത് മുഴുവനും അഡ്വർടൈസ്മെൻ്റ് ആണ്. പിന്നെ ഈ കയറുന്ന ഇവിടെ തന്നെയാണ് ഡസ്റ്റ്ബിനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ട്രെയിൻ ഇപ്പോൾ പോകുന്ന സ്പീഡ് കാണുന്നില്ലേ? 133, 134, 135 അങ്ങനെ തന്നെയാണ്. ഇതിലെത്തിയും ഇവിടെ സ്ക്രീനിലെത്തിയും സ്പീഡ് സെയിം ആണ് കേട്ടോ. രണ്ടും കറക്റ്റ് തന്നെയാണ്. 140 വരെ ഇത് കയറുന്നുണ്ട്. ഈ ട്രെയിനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വേഗത തന്നെയാണ്. പെട്ടെന്ന് തന്നെ എത്താലോ. കാരണം 197 കിലോമീറ്റർ 2 മണിക്കൂർ കൊണ്ടാണല്ലോ ഓടി ഈ ട്രെയിൻ എത്തിയത് ഗമാസിൽ. ട്രെയിൻ ഇപ്പോൾ അടുത്തൊരു സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. പുലാവ് സെബാങ് ടാംപിൻ എന്നാണ് ഈ ഒരു സ്റ്റേഷന്റെ പേര്. നമ്മൾ ഈ യാത്രയിൽ മലാക്കയിലൊക്കെ പോയതാണല്ലോ. മലാക്കയിൽ റെയിൽവേ സ്റ്റേഷനോ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ബസ്സിൽ വേണം നമുക്ക് മലാക്കയിൽ പോകാൻ വേണ്ടിയിട്ട്. നമ്മളും ബസ്സിൽ തന്നെയാണ് പോയത്. അപ്പോൾ മലാക്കയിലേക്ക് പോകണമെങ്കിൽ ട്രെയിൻ വഴി മുഖേന ഈ ഒരു റെയിൽവേ സ്റ്റേഷൻ മാത്രമേ ഉള്ളൂ. ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 30 കിലോമീറ്റർ ദൂരമുണ്ട് മലാക്കയിലേക്ക്. നമ്മുടെ കോച്ചിലത്തെ ചെക്കർമാരാണ് ഇത്. അവരുടെ കയ്യിൽ പേപ്പർ മാത്രമാണുള്ളത്.
ടാബൊന്നുമില്ല. സ്റ്റേഷൻ്റെ ഒരു കാഴ്ച ഇങ്ങനെയാണ്. ഇത് 3-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഓട്ടോമാറ്റിക് ഡോർ ആയതുകൊണ്ട് പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഏത് സമയത്താണ് ഇത് ക്ലോസ് ആവുന്നതെന്ന് അറിയില്ല. പ്രത്യേകിച്ച് വേറൊരു രാജ്യത്തും കൂടിയല്ലേ ഉള്ളത്. ഇവിടുന്ന് വേണമെങ്കിൽ ഇനിയിപ്പോൾ ആ ഫുഡ് പോരാ, വേറെയും ഫുഡ് വേണമെങ്കിൽ ഇവിടുന്ന് ഓർഡർ ചെയ്ത് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. ട്രെയിനിൻ്റെ അകത്ത് തന്നെ പ്രെയർ റൂമൊക്കെ ഉണ്ട് കേട്ടോ. ഇതാണ് പ്രെയർ റൂം. ഇതിപ്പോൾ വേക്കൻ്റ് ആണ്. പ്രാർത്ഥിക്കണമെങ്കിൽ ഇതിൻ്റെ അകത്തേക്ക് കയറാം. അതായത് കോച്ചിലേക്ക് കയറുന്ന ഈ ഭാഗത്ത് തന്നെയാണ്. പിന്നെ ഇവിടെ നല്ലൊരു വിൻഡോ ഒക്കെ ഉണ്ട്. നല്ല കാഴ്ചയല്ലേ. പിന്നെ ഇത് ഒരു ടോയ്ലറ്റാണ്. ഇത് ഡിസബിലിറ്റി ടോയ്ലറ്റാണ്. ഇവിടെ ഇത് പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടോയ്ലറ്റ് നോക്കിയാൽ എന്തൊരു വിസ്താരമാണ്. നല്ല കിട്ടിലൊരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇതെന്തായാലും ഈ ഒരു കയറി വരുന്ന ഭാഗത്ത് തന്നെയാണ്. ഗമാസിൽ നിന്നും KL സെൻറ്റർ വരെ ഈ ട്രെയിനിൻ്റെ ചെയർക്കാരിൽ ഒരാൾക്ക് വന്ന ടിക്കറ്റ് ചാർജ് 53 റിങ്കറ്റാണ്. നമ്മുടെ ഇന്ത്യൻ രൂപയിലേക്ക് അത് പറയുവാണെങ്കിൽ ഏകദേശം ഒരു 1250 രൂപേൻ്റെ അടുത്ത് വരും. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഞങ്ങൾ എക്സ്ട്രാ വെള്ളവും ബിരിയാണിയും സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ബിരിയാണിക്കായത് 12.80 റിങ്കറ്റാണ്. പിന്നെ വെള്ളം 350 അതായത് 350 മില്ലി ലിറ്ററിൻ്റെ വെള്ളമാണ്. 2 വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഒരെണ്ണത്തിന് 1.80 റിങ്കറ്റുമാണ് ആയത്. താരതമ്യേന ശരിക്കും പറഞ്ഞാൽ ഇതിന് പൈസ കൂടുതൽ തന്നെയാണ്. അടുത്ത സ്റ്റോപ്പ് സെറമ്പാൻ എന്നൊരു സ്ഥലത്താണ്. ഇപ്പോൾ 93-ലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ തന്നെ ട്രെയിനിൻ്റെ നമ്പറൊക്കെ എഴുതിയിട്ടുണ്ട് കേട്ടോ. അപ്പം എല്ലാം ഇൻക്ലൂഡായ ഒരു സ്ക്രീൻ തന്നെയാണ്. 11:38 ഇപ്പോൾ സമയം. ഒരു സ്റ്റേഷനിലേക്ക് വണ്ടി എത്തി. പക്ഷെ ഇവിടെ സ്റ്റോപ്പില്ല. പക്ഷെ ഇത് നിന്നു. അടുത്തതാണ് സെറമ്പാൻ. ഇവിടെയൊന്നും ഒരാൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കയറാനും ഇറങ്ങാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് ഈ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തൊക്കെ നല്ല വൃത്തി തന്നെയാണ്. ഇതിൻ്റെ സ്പീഡ് വളരെ വേഗത്തിൽ തന്നെയാണ് കയറുന്നത്. ഇവിടെ മറ്റൊരുപാട് ട്രെയിനുകളൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതാണ്. സിറമ്പാൻ എന്നൊരു സ്റ്റേഷനിലേക്കാണ് ഇപ്പോൾ എത്തുന്നത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഇതിൻ്റെ യാർഡോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകാം. ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത്. സ്റ്റേഷനിലേക്ക് എത്തി. ഇവിടുത്തെ ട്രാക്കിൻ്റെ ഭാഗത്തേക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും നല്ല വൃത്തിയാണ്. കാരണം മുഴുവൻ വണ്ടികൾ ഈസിയാണ്. വേസ്റ്റുകളൊന്നും പുറത്തേക്ക് വലിച്ചെറിയില്ല. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ സ്റ്റേഷൻ്റെ പണികളൊക്കെ നടക്കുന്നുണ്ട്. മലേഷ്യയിലെ ട്രെയിനുകൾ അറിയപ്പെടുന്നത് KTM എന്ന പേരിലാണ്. അത് 3 തരത്തിലുണ്ടെന്ന് വീഡിയോന്റെ തുടക്കഭാഗത്ത് പറഞ്ഞല്ലോ. നമ്മളിന്ന് യാത്ര ചെയ്യുന്നത് അതിൽ ETS-ലാണ്. അതിന്റെ ഫുൾ നെയിം വരുന്നത് ഇലക്ട്രിക് ട്രെയിൻ സർവീസ് എന്നാണ്. ഈ ETS തന്നെ ഒരുപാടൊന്നുണ്ട്. ഒന്നാണ് അതിൽ എക്സ്പ്രസ്സിൽ നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ യാത്ര ചെയ്തിട്ടുണ്ട്. അതായത് KL സെൻറ്ററിൽ നിന്ന് നമ്മൾ ജോർജ് ടൗൺ പെനാങ് ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ബട്ടർവർത്തിലേക്ക് യാത്ര ചെയ്യില്ലേ, അതാണ് എക്സ്പ്രസ് വരുന്നത്. അതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അധിക ചാർജ് നൽകേണ്ടി വരും ടിക്കറ്റിന്റെ കാര്യത്തിൽ. പിന്നെന്ന് പറഞ്ഞാൽ സ്റ്റോപ്പുകൾ വളരെ കുറവായിരിക്കും. പിന്നെ അതിവേഗത്തിലെത്തുന്ന ഒരു വണ്ടി കൂടിയാണ്. എനിക്കൊന്ന് മലേഷ്യയിലത്തെ ഏറ്റവും വേഗതയുടെ വണ്ടി അത് തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ പറയാം. എക്സ്പ്രസിന്റെ തൊട്ട് താഴെ വരുന്നതാണ് നമ്മൾ ഇന്ന് യാത്ര ചെയ്യുന്ന പ്ലാറ്റിനം. ഇതിന്റെ ചാർജ് ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷേ സ്പീഡൊക്കെ ഏകദേശം സെയിം തന്നെയാണ്. സ്റ്റോപ്പുകളും താരതമ്യേന ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പ്ലാറ്റിനം കഴിഞ്ഞാൽ അടുത്തൊരു കാറ്റഗറി വരുന്നത് ഗോൾഡാണ്. ഗോൾഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്ലാറ്റിനത്തെക്കാളും കുറച്ചും കൂടെ കുറവ് എന്താ പറയുക പൈസ കൊടുത്താൽ മതി ടിക്കറ്റ് ചാർജിൻ്റെ കാര്യം. പിന്നെ കുറച്ചും കൂടെ കൂടുതൽ സ്റ്റോപ്പുകൾ ഉണ്ടാവും. വേഗതയും ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെയാണ് ഗോൾഡ് വരുന്നത്. നമ്മൾ രാവിലെ ഗമാസിന് കയറുന്നതിന് മുന്നേ എന്താ പറയുക ഒരു ഗോൾഡ് ട്രെയിൻ പുറപ്പെട്ട് മാത്രമേ ഉള്ളൂ. ഈ റൂട്ടിൽ ഒരു ഗോൾഡ് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വരുന്ന പ്ലാറ്റിനാണ്. പിന്നെ വേറൊരു പ്രത്യേകത കൂടിയുണ്ട് പ്ലാറ്റിനം എക്സ്പ്രസിനും കൂടി. അതെന്ന് വെച്ചാൽ ട്രെയിനകത്ത് ഫുഡ് കിട്ടുന്നത് ഈ 2 കാറ്റഗറി മാത്രമേ ഉള്ളൂ. പക്ഷേ ഗോൾഡിൽ അതൊന്നും കിട്ടൂല. പിന്നെ ഈ ഗോൾഡ് കഴിഞ്ഞാൽ വരുന്നത് നേരെ സിൽവറാണ്. സിൽവർ എന്ന് പറഞ്ഞാൽ എന്താ പറയുക ചെറിയ ടിക്കറ്റ് നിരക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പുകൾ ഒരുപാടെണ്ണം ഉണ്ടാവും. അതാണ് വേഗത്തിൽ താരതമ്യേന കുറച്ച് മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ ഗോൾഡിൻ്റെ റൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളെ മേലെ ഭാഗത്തേക്കുണ്ട്. അതുപോലെ തന്നെ സിൽവറും ഉണ്ട്. സിൽവർ മേലെ ഭാഗം എന്ന് പറഞ്ഞാൽ
നമ്മുടെ പെനാങ് ഭാഗത്തേക്ക്. അതായത് പെനാങ് ഭാഗത്തേക്ക് പോവുകയാണെങ്കിൽ ഇപ്പോഴേക്ക് KL സെൻറ്ററിൽ നിന്ന് ഒരു സിൽവർ ട്രെയിനൊക്കെ ഓടുന്നുണ്ട്. ട്രെയിൻ ഇപ്പോൾ കജാങ് എന്നൊരു സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. നമ്മൾ ശരിക്കും കോലാലംപൂർ സിറ്റീൻ്റെ ഭാഗത്തേക്ക് എത്തി. ഇനി ഇവിടെ നിന്ന് ഈ ട്രെയിനിൽ ആരും കയറൂല, കാരണം അത്രയല്ലേ ഉള്ളൂ പോകാൻ, ഇറങ്ങാൻ മാത്രമേ ആൾക്കാരുണ്ടാവും. കജാങ് സ്റ്റേഷനിൽ ഇതാ വണ്ടി നിർത്തി. ഇവിടെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങാം, അപ്പം തന്നെ കയറാം. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങുന്നുണ്ട്. എക്സിറ്റ് കെലുവർ എന്നാണ് എക്സിറ്റിനെ ഇവിടെ പറയുക. അപ്പം തന്നെ ഇതാ ഇതിൻ്റെ അകത്തേക്കും കയറാം. പിന്നെ ഈ പോകുന്നവർ തന്നെയാണ് നേരത്തെ പറഞ്ഞല്ലോ നമ്മുടെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്യുന്നവർ. പിന്നെ ഇതിലത്തെ ക്ലീനിങ് സ്റ്റാഫുകളാണ്. വണ്ടിക്കുള്ള സീരിയൽ കിട്ടി. അങ്ങനെ ഇതാ ഇവിടെ നിന്ന് ട്രെയിൻ എടുക്കുകയാണ്. ട്രെയിൻ ഇപ്പോൾ ബന്ദർ താസക് സെലാട്ടാൻ എന്നൊരു സ്റ്റേഷനിലേക്ക് ഇതാ എത്തുകയാണ്. അങ്ങ് മുന്നിൽ കാണുന്ന ആ ഒരു വലിയ കെട്ടിടമില്ലേ, അത് തന്നെയാണ് TBS ബസ് സ്റ്റേഷൻ. ഈ ട്രെയിനിന്റെ ടോയ്ലറ്റ് കയറിയിട്ട് പുകവലിച്ചാലുള്ള ഫൈൻ കണ്ടാ റിങ്കറ്റ് 10,000. അതായത് നമ്മുടെ ഇന്ത്യൻ രൂപ ഏകദേശം 2,30,000 വരും. ഒരു 1.5 ഫൈൻ തന്നെ. KL സെൻട്രലിന്റെ ഭാഗത്തെത്തി. ഇനിയിപ്പോ അണ്ടർഗ്രൗണ്ടിലേക്കാണ് പോവുക. ഗമാസ് എങ്ങനെയാണോ കാലാവസ്ഥ കണ്ടത് അതുപോലെ തന്നെയാണ് ഇവിടെ. അതായത് മഴ ഇതുവരെ പെയ്തിട്ടില്ല, ഏത് സമയം പെയ്യും. ഇത് റോഡാണ്, മുകളിലൂടെയും താഴിലൂടെയും. ഇവിടെയൊക്കെ വലിയ വലിയ കെട്ടിടങ്ങളാണ്. ഗമാസിൽ നിന്നും 175 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞങ്ങളിതാ KL സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനിയിപ്പോൾ പുറത്തിറങ്ങാം. നല്ല അടിപൊളി ഒരു യാത്രയായിരുന്നു. കിടിലൻ ട്രെയിൻ സർവീസ്. വളരെ എളുപ്പത്തിലെത്താം, പക്ഷേ ടിക്കറ്റ് ചാർജ് കൂടുതലായിരിക്കും. പിന്നെ ഇവിടെ തന്നെ വേറൊരു ട്രെയിൻ കൂടെ വന്നിട്ടുണ്ട്. സെയിം കളറുള്ള ആ ഒരു തീമിലുള്ള ട്രെയിൻ തന്നെയാണ്. പിന്നെ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് കോച്ചിൻ്റെ നമ്പർ അതുപോലെ തന്നെ സ്ഥലമൊക്കെ എഴുതുക. ഇത് ശരിക്കും പറഞ്ഞാൽ അകത്താണ്, അതായത് അണ്ടർഗ്രൗണ്ടിലാണ് ഈ ഒരു KL സെൻട്രൽ സ്റ്റേഷൻ വരിക. പിന്നെ ഇവിടെ തന്നെ മറ്റൊരു വണ്ടി കൂടി ഉണ്ട് സെയിം പ്ലാറ്റ്ഫോമിൽ. കെലുവാർ പുറത്തേക്ക് എക്സിറ്റ്. ട്രെയിനിൻ്റെ മുൻഭാഗമൊക്കെ ഇങ്ങനെയാണ്. KTM ETS 309 എന്നൊക്കെ എഴുതിയത് കാണാം. ഇപ്പം നേരെ ഇതിലൂടെയാണ് പുറത്തേക്ക് ഇറങ്ങാനുള്ളത്. ഇവിടെ മറ്റൊരു KTM വണ്ടി കൂടി ഉണ്ട്. നല്ല രസമാണ് കേട്ടോ ഇതിനൊക്കെ കാണാൻ. അതവിടെ ഉണ്ട്, ഇതിതാ ഇവിടെ ഉണ്ട്. ഈ ഇരുട്ടത്ത് ഈ ഒരു കളറാണ് ശരിക്കും വ്യത്യസ്തമാക്കുന്നത്. ടിക്കറ്റ് സ്കാൻ ചെയ്ത് നേരെ എത്തിയത് ഇവിടെയാണ്. ഈ ഭാഗത്താണ് KFC ഉള്ളത്. പിന്നെ ഇവിടെ തന്നെ ഒരു മസാജ് ചെയ്യേണ്ട ഒരു ചെയറൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു ഭാഗത്തുനിന്ന് പുറത്തിറങ്ങാൻ കുറച്ച് ടൈം എടുക്കും, കാരണം ഇത് വലിയൊരു ഏരിയ, നല്ല തിരക്കാണ് ഇപ്പോൾ. KTM ഇന്റർസിറ്റിയിൽ കയറി, ETSൽ കയറി. ഇനി ഒരെണ്ണം കൂടെ ബാക്കിയുണ്ട്, KTM കൊമൂട്ടർ. അത് താഴെയാണ്. ഇതാ KTM കൊമൂട്ടർ, അതുപോലെ തന്നെ റാപ്പിഡ് KL മെട്രോ, പിന്നെ KLIA എക്സ്പ്രസ് എന്നാണെന്നില്ലേ, അത് നേരെ എയർപോർട്ടിലേക്ക് പോകുന്നതാണ്. പിന്നെ ടാക്സി, അതായത് ടാക്സിയൊക്കെ ഇതാ ഈ ഭാഗത്തു നിന്നാണ് കിട്ടുക. ഇനിയിപ്പോൾ നേരെ ആ ഒരു താഴെ ഭാഗത്തേക്ക് നമുക്ക് ഇറങ്ങിപ്പോവാം. KTM കൊമൂട്ടർ. ഇനിയിപ്പോൾ ഇവിടുന്ന് പുത്ര എന്ന ഭാഗത്തേക്ക് പോകുന്ന ഒരു ലൈനിലേക്കാണ് പോകാനുള്ളത്. പിന്നെ ഇവിടുന്ന് തന്നെയാണ് എയർപോർട്ടിലേക്കുള്ള വണ്ടി നമുക്ക് കിട്ടുക. KLIA ട്രാൻസിറ്റ്, അതൊക്കെ ഇതാ ആ ഭാഗത്താണുള്ളത്. പിന്നെ ഇതിൻ്റെ ഈ ഭാഗത്ത് തന്നെയാണ് മെട്രോയും ഇല്ലത്. നേരത്തെ തന്നെ പറഞ്ഞല്ലോ KL മെട്രോ. ശരിക്കും പറഞ്ഞാൽ ഇതൊരു അടിപൊളി സെറ്റപ്പാണ് കേട്ടോ. നമുക്ക് ഇനി പോകാനുള്ള അതിൻ്റെ ടിക്കറ്റ് എടുക്കേണ്ടത് ഇവിടെ നിന്നാണ്. ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടി അങ്ങോട്ട് പോയെന്നേ ഉള്ളൂ. ഇവിടെ നിന്ന് പെട്ടെന്ന്
KTM കൊമൂട്ടറിന്റെ ടിക്കറ്റ് എടുക്കാം. KL സെൻട്രലിന്റെ ഈ ഭാഗത്താണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ഇനിയിപ്പോൾ നേരെ പുത്ര എന്ന ഈ സ്ഥലത്തേക്കാണ് പോകാനുള്ളത്. 2 ലൈനുകളുണ്ട്. ഒന്ന് നേരെ ബാത്തു കേവ്സ് ലൈനും മറ്റൊന്നുള്ളത് തഞ്ചുങ് മാലിം. അതായത് ആദ്യം കയറി കഴിഞ്ഞ ഉടനെ തന്നെ കോലാലംപൂർ സ്റ്റേഷൻ ഉണ്ട്, അത് കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റേഷൻ ഉണ്ട്, പിന്നെയാണ് പുത്ര വരുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്തു. ഇനിയിപ്പോൾ നേരെ 5-ാം നമ്പർ പ്ലാറ്റ്ഫോമിന്റെ ഭാഗത്തേക്കാണ്, അതായത് ബാത്തു കേവ്സിന്റെ ഭാഗത്തേക്കാണ് പോകാനുള്ളത്. നമുക്ക് എന്തായാലും ഇവിടെ സ്കാൻ ചെയ്ത് അകത്തേക്ക് കയറാം. സിമ്പിളാണ്. 5-ാം നമ്പർ പ്ലാറ്റ്ഫോം ദാ ഇങ്ങോട്ടാണ്. KTM കൊമൂട്ടർ മെട്രോ അല്ല കേട്ടോ, മെട്രോ വേറെ തന്നെ ഉണ്ട്. അതിനെ റാപ്പിഡ് കെയിൽ എന്ന് പറയും. വളരെ ചീപ്പാണ് ഇതിലത്തെ യാത്ര. ഒരാൾക്ക് 2 റിങ്കറ്റ് ആയതേ ഉള്ളൂ. പോകാനുള്ള കൊമൂട്ടർ ഇതാ ഇവിടെ വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കയറാം. ഇതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെയാണ്, അതായത് ഒരു മെട്രോ പോലെ തന്നെയാണ്, ഒരു AC ഉള്ള ലോക്കൽ ട്രെയിൻ അങ്ങനെ വേണമെങ്കിൽ പറയാം. ഇവിടെ എവിടെ വേണമെങ്കിലും ഇരിക്കാം. KTM കൊമൂട്ടർ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് നഗരങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും സർവീസ് ചെയ്യുന്ന ട്രെയിനാണ് കേട്ടോ. പ്രധാനപ്പെട്ട കാര്യം പറയുവാണെങ്കിൽ മലേഷ്യയിൽ 2 സ്ഥലത്താണ് KTM കൊമൂട്ടർ ഉള്ളത്. അതൊന്ന് കോലാലംപൂരാണ്. അതിനെ പറഞ്ഞ പേര് ക്ലാങ് വാലി സെക്ടർ എന്നാണ്. ഇപ്പൊ നമ്മൾ പോകുന്ന ബാട്ടു കേവ്സും നേരത്തെ ഒരു മാപ്പ് കാണിച്ചില്ലേ, അതൊക്കെ തന്നെയാണ് ഈ ഒരു ക്ലാങ് വാലി സെക്ടർ എന്ന് പറയുന്നത്. മറ്റൊരു സെക്ടർ എന്ന് പറഞ്ഞാൽ നോർത്തേൺ സെക്ടർ ആണ്. അത് എവിടെയെന്ന് പറഞ്ഞാല് നമ്മൾ ജോർജ് ടൗണിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ബട്ടർ വർത്ത് പോയില്ലേ, അവിടുന്ന് തായ്ലൻഡ് ബോർഡറായ പെഡാങ് ബസാർ എന്നൊരു സ്ഥലമുണ്ട്. അങ്ങോട്ടേക്കാണ് ഈ പറഞ്ഞ കൊമൂട്ടർ അവിടെ സർവീസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ബട്ടർ വർത്ത് ഇപ്പോഴേക്കും KTM കൊമൂട്ടർ സർവീസ് ഉണ്ട്. KL സെൻട്രലിൽ നിന്ന് ഇതാ KTM കൊമൂട്ടർ എടുത്തിരിക്കുകയാണ്. ഇനി ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മളവിടെ എത്തും. ഇതൊന്നിതാ തിരക്കേ ഇല്ല, എവിടെ വേണമെങ്കിലും പോയിരിക്കാം. നമ്മൾ കയറിയത് ഏറ്റവും മുന്നിലത്തെ ഒരു കോച്ചിലാണ്. കോലാലംപൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ വണ്ടി എത്തി. ഇതൊരു പഴയ റെയിൽവേ സ്റ്റേഷനാണ്, അധികം തിരക്കേ ഇല്ല. ഇവിടുത്തെ തിരക്കേറിയ സ്റ്റേഷൻ KL സെൻട്രൽ തന്നെയാണ്. ഞങ്ങളങ്ങനെ പുത്ര എന്നൊരു സ്റ്റേഷനിലെത്തി. നമ്മൾ വന്ന ഒരു KTM കൊമൂട്ടർ ഇതാ ഇവിടുന്ന് പോവുകയാണ്. ബാത്തു കേവ്സിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് അതങ്ങനെ പോവുകയാണ്. ഇതാണ് പുത്ര സ്റ്റേഷൻ. KTM കൊമൂട്ടറിനെ പറ്റി പറയുമ്പോൾ മെട്രോ പോലെ എല്ലാ സമയത്തും ഉണ്ടാവില്ല, ഇതിനൊരു ടൈം ഗ്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇതിലത്തെ ടിക്കറ്റൊക്കെ വരുന്നത് ക്യാഷ്ലെസ് ആണ്. നമുക്ക് പൈസ പോയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റില്ല. ഒന്നുകിൽ കാർഡ് എടുക്കാം, അല്ലെങ്കിൽ പിന്നെ ടച്ച് ആൻഡ് ഗോ ഒരു കാർഡ് ഉണ്ടെങ്കിൽ അതുവഴി എടുക്കാം. സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോഴും സ്കാൻ ചെയ്തിട്ട് മാത്രമേ പോകാൻ പറ്റുള്ളൂ. ഒരാൾക്ക് പോലും ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. നല്ല സെറ്റപ്പാണ്. ഇനി ഇതിലൂടെ നേരെ പുറത്തേക്ക് ഇറങ്ങാം. റെയിൽവേ ട്രാക്ക് താഴിലൂടെയാണ്. ഇനിയിപ്പം റോഡ് ക്രോസ് ചെയ്യാനിതാ നല്ല അടിപൊളി വഴിയാണ്, നല്ല റോഡാണ്. പിന്നെ ഈ ഭാഗത്ത് ഒരുപാട് കെട്ടിടങ്ങൾ തന്നെയാണ്. എന്നാൽ പുറകു ഭാഗത്തേക്ക് നോക്കിയേ, ഈ ഭാഗത്ത് കൂടുതലും 4 സ്റ്റാർ 5 സ്റ്റാർ ഹോട്ടലൊക്കെയാണ്. ഞങ്ങളിവിടെ ഒരു ഹോട്ടൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കാഴ്ചകളൊക്കെ നിങ്ങൾ അടുത്ത വീഡിയോയിൽ കാണും. അപ്പോൾ നേരെ അങ്ങോട്ടുള്ള ലൊക്കേഷൻ വെച്ച് ഇങ്ങനെ നടക്കുകയാണ്. പുത്ര റെയിൽവേ സ്റ്റേഷൻ്റെ ആ ഒരു ഭാഗം വഴിയുള്ള ഒരു റോഡാണ്. 4 വരി പാതയാണ് ഈ ഭാഗത്ത് തന്നെ, അവിടെയും 4 വരി. നല്ല റോഡുകളുണ്ടായാൽ സുഖകരമായിട്ട് യാത്ര ചെയ്യാലോ. നല്ലൊരു അടിപൊളി സ്ഥലം തന്നെയാണിത്. ഗമാസിൽ നിന്നുള്ള ചെറിയൊരു ട്രെയിൻ യാത്രയാണ് ഇന്ന് ഞങ്ങൾ ചെയ്തത്. ഇനി അടുത്ത ദിവസം നിങ്ങൾ കാണാൻ വേണ്ടി പോകുന്നത് മലേഷ്യൻ യാത്രയുടെ ഞങ്ങളുടെ അവസാനത്തെ വീഡിയോ ആണ്. ഒരു കിടിലൻ ഹോട്ടലിലാണ് താമസിക്കുന്നതെന്നൊക്കെ പറഞ്ഞില്ലേ, അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നിരിക്കുന്നു. അപ്പോൾ നമുക്ക് മറ്റു വീഡിയോ മനസ്സിലോട്ട് ബൈ ബൈ.